ഇപ്പോൾ ബോണ്ടുകൾ വഴി കൊള്ളയടിക്കൽ നടത്തിയെന്നാരോപിച്ച് ജനാധികാര സംഘർഷ സംഘടനയിലെ ആദർശ് അയ്യരാണ് നിർമ്മല സീതാരാമനും മറ്റുള്ളവർക്കുമെതിരെ പരാതി നൽകിയത്. ഇതേ തുടർന്നാണ് ബംഗളൂരുവിലെ ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതി വിഷയത്തിൽ എഫ്ഐആർ ഫയൽ ചെയ്യാൻ ഉത്തരവിട്ടത്. നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കി. ഇതിനെ ഭരണഘടനാ വിരുദ്ധമെന്ന് വിളിക്കുകയും അത് പൗരന്മാരുടെ വിവരാവകാശത്തിന്റെ ലംഘനമാണെന്ന് പറയുകയും ചെയ്തു. 2018 കേന്ദ്രം ഈ പദ്ധതി അവതരിപ്പിച്ചു. രാഷ്ട്രീയ ഫണ്ടിംഗിൽ സുതാര്യത മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം സംഭാവന നൽകുന്നതിന് പകരം വയ്ക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. വിഷയത്തിൽ പ്രതികരിച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർമ്മല സീതാരാമന്റെ രാജി ആവശ്യപ്പെടുകയും വിഷയത്തിൽ 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും പറഞ്ഞു. ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയിൽ നിർമ്മല സീതാരാമനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവൾ ആരാണ്? അവളൊരു കേന്ദ്രമന്ത്രിയാണ്. അവർക്കെതിരെയും എഫ്ഐആർ ഉണ്ട്. അവർ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി കൊള്ളയടിക്കൽ നടത്തി. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം അവർ രാജിവെക്കണം. ഇപ്പോൾ സെക്ഷൻ 17A അഴിമതി നിരോധന നിയമപ്രകാരം 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസേവകർക്ക് നിസ്സാരമായ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നതിൽ നിന്ന് സെക്ഷൻ 17A അധിക പരിരക്ഷ നൽകുന്നു. അഴിമതി നിരോധന നിയമപ്രകാരം ഒരു പൊതുപ്രവർത്തകൻ ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുന്ന ഏതെങ്കിലും കുറ്റകൃത്യത്തെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണമോ നടത്തുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യോഗ്യതയുള്ള അധികാരിയിൽ നിന്ന് മുൻകൂർ അനുമതി തേടുന്നതിന് ഈ വ്യവസ്ഥ നിർബന്ധമാക്കുന്നു.